ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല സപ്ലയേഴ്സിനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിന്, അതായത് മാനുഫാക്ചറിങ് ബിസിനസ് അല്ല, റീസെല്ലിംഗ് ബിസിനസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുനിന്നോ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സപ്ലയറിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം നല്ലൊരു സപ്ലയറിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സക്സസിൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് ഫുൾഫിൽ ആയി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇവർക്ക് ഭയങ്കര വൈറ്റലായിട്ടുള്ളൊരു റോളാണുള്ളത്. നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യാന്നുള്ളത്. പിന്നെ മാത്രമല്ല, സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കിട്ടണം. അപ്പം ഞാനീ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്സ് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നല്ലൊരു സപ്ലയറിനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് കാറ്റഗറിയാണോ സെല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറച്ച് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോൾസെയിലേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഡയറക്ടറീസ് ഉപയോഗിക്കാം, ട്രേഡ് പബ്ലിക്കേഷൻസ് ഉപയോഗിക്കാം, ഇൻഡസ്ട്രി അസോസിയേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഡാറ്റ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഡീറ്റെയിൽസ് എടുക്കാം. ട്രേഡ് ഷോസ് ഒക്കെ നടക്കുമല്ലോ, എക്സിബിഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള സപ്ലൈസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഹോൾസെയിലേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ റെപ്യൂട്ടേഷൻ നോക്കുക എന്നുള്ളത്. എത്രത്തോളം റിലയബിൾ ആണ് അവരെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവരുടെ റെപ്യൂട്ടേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, നല്ല പേരുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ്, പക്ഷെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ്, നല്ല റിലയബിൾ ആയിട്ടുള്ള സപ്ലയർ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് റിവ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ റിലയബിലിറ്റി, ഹോണസ്റ്റി, ക്വാളിറ്റി സർവീസ് ഇതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇതിനായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ റിവ്യൂസ് നോക്കാം, കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസ് നോക്കാം, റേറ്റിംഗ്സ് നോക്കാം. അപ്പോൾ മറ്റ് ബിസിനസ്സുകളും മറ്റ് കസ്റ്റമേഴ്സൊക്കെ ഇവർക്ക് ലീവ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള റിവ്യൂസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഹോൾസെയിലർക്ക് എത്രത്തോളം റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സപ്ലൈസിൻ്റെ അടുത്തു നിന്നുള്ള പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇതിനായിട്ട് നിങ്ങൾക്ക് സാമ്പിൾസ് വാങ്ങാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റലോഗ്സ് എടുത്തിട്ട് അതിൻ്റെ ക്വാളിറ്റി, പാക്കേജിങ്, സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണിത് എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹോൾസെയിലേഴ്സിൻ്റെ ക്രെഡൻഷ്യൽസും സർട്ടിഫിക്കേഷൻസും വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ക്രെഡൻഷ്യൽസ്, ലൈസൻസുകൾ, സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റീനെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, സേഫ്റ്റീനെ റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡുമായിട്ട് പോകുന്ന രീതിയിലുള്ള GMP സർട്ടിഫിക്കേഷൻസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. അപ്പോൾ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസിങ്ങും ടേംസും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഹോൾസെയിലേഴ്സിൻ്റെയും പ്രൈസിങ്ങും അതുപോലെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് ആരാണോ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റേറ്റിൽ സപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടേംസ് ഏതാണോ, ഏത് സപ്ലയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഫാക്ടേഴ്സ്, മറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള MOQ, മിനിമം ഓർഡർ ക്വാണ്ടിറ്റീസ്, പേയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇത്ര രൂപ അഡ്വാൻസ് ആദ്യം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് ആദ്യം ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഷിപ്പിംഗ് ചാർജസ് ആരുടേതാണ് ഏറ്റവും റീസണബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യം എന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കാം. ആരാണോ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു സപ്ലയറിനെ ഫൈനലി സെലക്ട് ചെയ്യാം. അടുത്തൊരു കാര്യമാണ് ഇൻവെൻട്രിയും സ്റ്റോക്ക് ലെവൽസും നോക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പ്രൊഡക്ട്സിന് എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്, ഇൻവെൻട്രി എത്ര അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാൻഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്ട്സിന് നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും.
ഇപ്പോൾ വിചാരിക്കാതെ ബൾക്കായിട്ട് നിങ്ങൾക്കൊരു ഓർഡർ വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സപ്ലയർക്ക് അത് സമയത്ത് തന്നെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റോക്ക് റീപ്ലെനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് നോക്കാമെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഹോൾസെയിലറുടെ ലൊക്കേഷന് അവർക്ക് ഡെലിവറി ചെയ്യാനുള്ളതിൻ്റെ കാപ്പബിലിറ്റീസ് ഒക്കെ നിങ്ങൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾക്ക് സമയത്ത് ഡെലിവറി ചെയ്യപ്പെടേണ്ട പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് നിങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ അടുത്ത് നിന്ന് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നതിൻ്റെ ആ ഒരു സമയം ഉണ്ടല്ലോ, ട്രാൻസിറ്റ് ടൈം, ആ ഒരു പ്രൊഡക്ട്സ് യാത്ര ചെയ്യുന്ന സമയം, ആ ട്രാൻസിറ്റ് ടൈം കുറഞ്ഞ് വരുന്ന രീതിയിലുള്ള ഹോൾസെയിലേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിലേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒക്കെ ഒന്ന് നോക്കുക, അവരുടെ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഏത് ഹോൾസെയിലേഴ്സ് ആണോ റെസ്പോൺസീവായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ട് നിങ്ങളുടെ കൺസേൺസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവരെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം. അടുത്തൊരു ഫാക്ടറാണ് ടേംസ് ആൻഡ് കോൺട്രാക്ട്സ് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹോൾസെയിലറിനായിട്ട് നിങ്ങൾ ടേംസ് ആൻഡ് കോൺട്രാക്ട്സ് ഒക്കെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നീഡ്സിനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പ്രൈസിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് നിശ്ചയിക്കാം. പേയ്മെൻറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഡെലിവറിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, റിട്ടേൺസിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇനി എന്തെങ്കിലും R&Ds ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾ ടേംസ് ആൻഡ് കോൺട്രാക്ട്സ് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹോൾസെയിലറിനായിട്ട് നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ചാലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡിലിജൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. എപ്പോഴും നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഹോൾസെയിലേഴ്സിൻ്റെ മുകളിൽ നിങ്ങൾ നല്ല ഡിലിജൻ്റ് ആയിട്ടിരിക്കുക. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നന്നായി ചെക്ക് ചെയ്യുക. റെഫറൻസുകൾ ആരെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന ഹോൾസെയിലർ നല്ലതാണെന്ന് റെഫറൻസസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യാം. കാര്യങ്ങൾ നേരിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളൊരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഹോൾസെയിലറുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊന്ന് ഉറപ്പുവരുത്താനായിട്ടും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈസായിട്ട് തന്നെ ഹോൾസെയിലേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.